വണ്ടർലാൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വണ്ടർലാൻഡിൽ അകപ്പെട്ട ഫീൽ ആയിരുന്നു എനിക്കിത് കണ്ടപ്പോ. ഇത് നമ്മുടെ ലണ്ടൻ ലൈറ്റ്സ് വീഡിയോയുടെ പാർട്ട് 2 വീഡിയോ ആട്ടോ. കൊറേയൊക്കെ നടന്നു കഴിഞ്ഞപ്പോ ഒരു സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞ എന്റെ കെട്ടിയോൻ എന്നെ കൊണ്ടുപോയത് ഈ റൂമിന്റെ അകത്തേക്കായിരുന്നു. ഒരു വലിയ ഹോള് ഫുള്ളായിട്ട് ദാ ഇങ്ങനെ ഒരു സ്ക്രീൻ പിടിപ്പിച്ചേക്കുക. അതിലെല്ലാ സമയം ദാ ഇതുപോലത്തെ കുറെ വീഡിയോസും പ്ലേ ചെയ്തോണ്ടിരിക്കും. അപ്പൊ ലണ്ടനിൽ ഉണ്ടായിട്ട് ഇതുവരെയായിട്ട് ഈ പ്ലേസ് വിസിറ്റ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നേരെ വെസ്റ്റ് എൻഡിലേക്ക് പൊക്കോ. ഇതിന്റെ പേരാണ് ഔട്ടർ നെറ്റ്. ചില സമയത്ത് ഇവര് സ്ക്രീനിൽ കാണിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവര് കാണിക്കുന്ന ഈ വീഡിയോയില് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ആയിട്ട് നമ്മുടെ നെയിമിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് നടന്ന് നമ്മൾ ആപ്പിൾ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാ പോയത്. ആപ്പിൾ മാർക്കറ്റിന് കുറച്ച് മുന്നേ ആയിട്ട് ഒരു ഗ്രൂപ്പ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അതും കണ്ടു നിന്നു. ആപ്പിൾ മാർക്കറ്റിന്റെ മുന്നിലായിട്ട് കുറെ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞ ഇവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാ ഈ ക്രിസ്മസ് ട്രീ ആണ്. പിന്നെ ഈ മാർക്കറ്റിന്റെ ഉള്ളിലെ ഡെക്കറേഷൻസും. ഈ മാർക്കറ്റിന്റെ ഉള്ളില് കുറെ സ്ട്രീറ്റ് ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ സത്യം പറയാലോ, എല്ലാ സാധനത്തിനും നല്ല തീ പിടിച്ച വില ആയതുകൊണ്ട് ഞാൻ ആ സൈഡിലേക്ക് പോലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ കണ്ണുമൊത്തം എന്താ ഈ കാണുന്ന ക്രിസ്മസ് ബെൽസിലും ഡെക്കറേഷൻസിലും ആയിരുന്നു. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ബെൽസും ഡെക്കറേഷൻസും ഞാൻ കാണുന്നത്. മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഒരു പാട്ടുകാരൻ ഗിത്താറൊക്കെ വെച്ച് അടിപൊളിയായിട്ട് പാട്ട് പാടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാരെ പോലെ തന്നെ ഞാനും അത് എൻജോയ് ചെയ്ത് കുറേ നേരം നിന്നു. ലൈറ്റ്സും പാട്ടും എല്ലാം കൂടെ കൂടിയിട്ട് കളർഫുൾ ആയിരുന്നു. തീർന്നിട്ടില്ല കേട്ടോ, ലണ്ടൻ ലൈറ്റ്സിന്റെ പാർട്ട് 2 വീഡിയോ വരെ എത്തിയിട്ടുള്ളൂ. ഇനിയും കുറച്ച് വിശേഷം കൂടി പറയാനുണ്ട്, അത് അടുത്ത വീഡിയോ പറയാട്ടോ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.